ചേംബറിലെ തർക്കത്തിൽ നിർമ്മാതാവ് സജി നന്ദിയാട്ടിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നിർമ്മാതാവും വിതരണക്കാരനുമായ അനിൽ തോമസ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് സജി നന്ദിയാട്ട് ഉന്നയിക്കുന്നതെന്ന് അനിൽ തോമസ് പറഞ്ഞു. തനിക്കെതിരെ അനിൽ തോമസ് ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നായിരുന്നു സജി നന്ദിയാട്ടിന്റെ ആരോപണം. വിവാദങ്ങൾക്കിടെ അടിയന്തര ഫിലിം ചേംബർ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരുകയാണ്. ലേബി സജീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ലേബി, പരസ്പരം വാഗ്വാദം തുടരുന്നു. തെരഞ്ഞെടുപ്പുകൾ, ഈ അസോസിയേഷനുകളുടെ തെരഞ്ഞെടുപ്പുകൾക്ക് ഇടയിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ഇപ്പോൾ സജി നന്ദിയാട്ടിനെതിരെ നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്താ? വിനീത, ഫിലിം ചേംബറിന്റെ യോഗം രാവിലെ ആരംഭിച്ചതാണ്. യോഗം സമാപിച്ചിട്ടുണ്ട്. യോഗത്തിൽ ഇന്ന് ഏകകണ്ഠമായി മുൻ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ടിന്റെ രാജി അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ നിന്നതും. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അനിൽ തോമസ് ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞതിനെതിരെയാണ് നിയമ നടപടിക്കായി അദ്ദേഹം ഒരുങ്ങുന്നത്. ഇന്നലെ സജി നന്ദിയാട്ട് കോട്ടയത്ത് വാർത്താ സമ്മേളനം വിളിച്ചാണ് ഇത്തരത്തിൽ ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾക്കെല്ലാം പിന്നിൽ അനിലാണ് എന്നുള്ള കാര്യം പറഞ്ഞത്. അതിനെതിരെയാണ് നിർമ്മാതാവും വിതരണക്കാരനുമായ അനിൽ ഇത്തരത്തിൽ നിയമ നടപടിക്കായി ഒരുങ്ങുന്നത്. ഏതായാലും സജി നന്ദിയാട്ട് ഫിലിം ചേംബറിന്റെ തിരഞ്ഞെടുപ്പ് 27-നാണ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഭരണസമിതിയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സജി നന്ദിയാട്ട് അടുത്ത തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായിരുന്നു വരുന്നത്. ഇതിൽ ടേൺ വെച്ചിട്ടാണ് വിനീത ഇതിലെ പ്രസിഡന്റ് സ്ഥാനം പോവുക. വിതരണക്കാരുമുണ്ട്, തിയേറ്റർ ഉടമകളുമുണ്ട്, നിർമ്മാതാക്കളുമുണ്ട്. അടുത്ത തവണ പ്രസിഡന്റ് ആവുക വിതരണക്കാരിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിൽ നിന്ന് അംഗത്വത്തിനുള്ള രേഖകളൊക്കെ സജി നന്ദിയാട്ട് സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഇതിൽ കൃത്രിമം നടന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിവാദമുയർന്നതും സജി നന്ദിയാട്ട് ഇതിൽ രാജിവെക്കേണ്ട സാഹചര്യം വന്നത്. ഏതായാലും ഇത് തന്നെയാണ് ഇന്നത്തെ ഫിലിം ചേംബറിന്റെ യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. ഇതിൽ അനിൽ തോമസ് നിയമ നടപടിക്ക് പോകുന്നു. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഏകകണ്ഠമായി സജി നന്ദിയാട്ടിന്റെ രാജി സ്വീകരിക്കാനുള്ള തീരുമാനവും യോഗത്തിൽ വന്നത്. വിനീത, ശരി. ലേബിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ.